മുകേഷ് അംബാനി വാസസ് മിസ്റ്റർ ബീസ്റ്റ്. ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനും മറ്റേയാൾ ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബറും. ഇവരുടെ ആസ്തി, ഒരു മാസത്തെ വരുമാനം, കാറുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇവരിൽ ആദ്യം തന്നെ നമുക്ക് മുകേഷ് അംബാനിയിലൂടെ തുടങ്ങാം. വർഷം 1957 ജൂലൈ 15. ധീരുഭായ് അംബാനിയുടെയും ഗോകില ബെന്നിന്റെയും ആദ്യത്തെ മകനായിട്ടാണ് മുകേഷ് അംബാനി ജനിക്കുന്നത്. പെട്രോ കെമിക്കൽസ്, എനർജി, തുണിത്തരങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലയിലൂടെയുള്ള ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിക്കൊണ്ടാണ് ഇന്ന് മുകേഷ് അംബാനി പ്രവർത്തിക്കുന്നത്. മുകേഷ് അംബാനി ഇന്ന് നമ്മൾ കാണുന്ന ഈ നിലയിലേക്ക് മാറിയതിൽ ഇദ്ദേഹത്തിന്റെ പിതാവായ ധീരുഭായ് അംബാനിക്ക് വലിയ പങ്കുണ്ട്. വർഷം 1962 റിലയൻസ് എന്ന പേരിൽ ധീരുഭായ് അംബാനി നൂലുകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കച്ചവടം ആരംഭിക്കുന്നത്. അങ്ങനെ വർഷങ്ങളുടെ അപ്പുറം 2002 ധീരുഭായ് അംബാനി അങ്ങനെ മരണപ്പെടുകയാണ്. ഈ സമയത്ത് റിലയൻസ് എന്ന കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത് 75,000 കോടി രൂപയോളമായിരുന്നു. ഇങ്ങനെയാണ് മക്കളായ മുകേഷ് അംബാനി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അനിൽ അംബാനി വൈസ് പ്രസിഡന്റുമായി സ്ഥാനമേൽക്കുന്നത്. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ രണ്ടു പേർക്കും റിലയൻസ് എന്ന കമ്പനി അവരുടെ അമ്മയായ ഗോകുലാബൻ വീതിച്ചു നൽകുകയാണ്. ഇതിലൂടെ മുകേഷ് അംബാനിക്ക് റിലയൻസ് ഇൻഡസ്ട്രീസും ഇന്ത്യൻ പെട്രോ കെമിക്കലും, ഇനി അനിൽ അംബാനിക്കാണെങ്കിൽ റിലയൻസ് എനർജി, റിലയൻസ് ഇൻഫോകോം, റിലയൻസ് ക്യാപിറ്റൽ എന്നിവയും ലഭിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അംബാനി തന്റേതായ കഴിവുകൾ ബിസിനസ്സിൽ കൊണ്ടുവന്നു. വർഷം 2016 റിലയൻസ് അങ്ങനെ ജിയോ എന്ന പേരിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയും ആരംഭിച്ചു. ഫ്രീ ആയി അൺലിമിറ്റഡ് ഡാറ്റ നൽകി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയ ജിയോ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ മൊബൈൽ നെറ്റ്വർക്കിംഗ് കമ്പനിയാണ്. വെറും 1 ലക്ഷം രൂപയിൽ നിന്ന് തുടങ്ങിയ ജിയോ ഇന്ന് ഒരു വലിയ ഡിജിറ്റൽ എക്കോസിസ്റ്റം കമ്പനിയാണ്. മുകേഷ് അംബാനിയുടെ ഇത്രയും വളർച്ചയ്ക്കു പിന്നിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ നിത അംബാനിക്കും ഒരു വലിയ പങ്ക് തന്നെ ഉണ്ട്. റിലയൻസ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ആയിക്കൊണ്ട് ഇന്ന് നിത അംബാനി പ്രവർത്തിക്കുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് മുകേഷ് അംബാനിയുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് ഏറെക്കുറെ 4286 കോടി രൂപയോളമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ വലിയ സെലിബ്രിറ്റികളുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ മൊത്തം ആസ്തിയേക്കാൾ, സമ്പത്തിനേക്കാൾ വരും ഇത്. ഇനി നമുക്ക് മുകേഷ് അംബാനിയുടെ കൈവശമുള്ള കാറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 170ഓളം വരുന്ന ആഡംബര കാറുകൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ കാർ ശേഖരത്തിലുണ്ട്. ഇതിൽ തന്നെയുള്ള ഏറ്റവും വില കൂടിയ കുറച്ച് കാറുകൾ പറയുകയാണെങ്കിൽ 13,50,00,000 രൂപയോളം വില വരുന്ന റോൾസ് റോയ്സ് ഫാന്റം EWB, ഒരുപാടധികം ആഡംബര സൗകര്യങ്ങൾ അടങ്ങിയ ഒരു സെഡാൻ കാറാണിത്. അടുത്തതായി 12 കോടി രൂപയോളം വില വരുന്ന മെഴ്സിഡസ് മേബാക്ക് S618 ഗോൾഡ്, വളരെയേറെ സുരക്ഷാ സൗകര്യങ്ങൾ അടങ്ങിയ ഒരു കാറാണിത്. അംബാനി അധികവും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനവും കൂടിയാണിത്. 10 കോടി രൂപയോളം വില വരുന്ന മെഴ്സിഡസ് മേബാക്ക് S616 ഗോൾഡ്, 8 കോടി രൂപയോളം വില വരുന്ന BMW 716 Li സെക്യൂരിറ്റി, 7 കോടി രൂപയോളം വില വരുന്ന ഫെരാരി SF19. ഒരുപക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ അടുത്തതായി നിങ്ങൾ ചിന്തിക്കുന്നത് എത്രയായിരിക്കും ഇദ്ദേഹത്തിന്റെ മൊത്തം സമ്പത്ത്, ആസ്തി എന്നായിരിക്കും. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മുകേഷ് അംബാനിയുടെ ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ $113 ബില്യൺ അഥവാ 10 ലക്ഷം കോടി ഇന്ത്യൻ രൂപക്ക് മുകളിലാണ്. ഇനി ലോകത്തെ ഏറ്റവും വലിയ യൂട്യൂബറായ മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷം 1998 മെയ് 7 ഇദ്ദേഹം ജനിക്കുന്നത്. ജിമ്മി ഡൊണാൾഡ്സൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. എന്തായാലും മിസ്റ്റർ ബീസ്റ്റ് നമ്മൾ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് മാറിയതിൽ ഇദ്ദേഹത്തിന് 7-8 വർഷത്തോളം സമയമെടുത്തിട്ടുണ്ട്. വർഷം 2012 തന്റെ 13ാമത്തെ വയസ്സിൽ മിനേക്രാഫും കാൾ ഓഫ് ഡ്യൂട്ടിയും ഒക്കെ കളിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താണ് ജിമ്മി ഡൊണാൾഡ്സൺ എന്ന മിസ്റ്റർ ബീസ്റ്റ് യൂട്യൂബിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു കാലത്തെ യൂട്യൂബ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലേ ആയിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന ചാനലുകൾ, അതിലാണെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമില്ലാത്ത, വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോകൾ, ഇനി അതിനും അപ്പുറം വേണ്ടത്ര കാഴ്ചക്കാരില്ലാത്ത വെറും ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു 2012 യൂട്യൂബ് എന്ന് പറയുന്നത്. ഇതിലേക്കാണ് ജിമ്മി ഡൊണാൾഡ്സൺ തന്റെ വീഡിയോ ഗെയിമുമായി വരുന്നത്. 1-2 വർഷത്തോളം ഇദ്ദേഹം നിരന്തരമായി ഇത്തരം ഗെയിം കളിക്കുന്ന വീഡിയോകൾ അൺബോക്സിംഗ് തുടങ്ങി യൂട്യൂബിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തു കൊണ്ടേയിരുന്നു. പക്ഷേ മുന്നോട്ട് പോകുന്തോറും തന്റെ വീഡിയോകൾക്ക് കാഴ്ചക്കാർ
കുറഞ്ഞു വരുന്നതായി ജിമ്മി മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും മിസ്റ്റർ ബീസ്റ്റിന്റെ ആദ്യകാല വീഡിയോകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 1000 ആളുകൾ പോലും കാണാത്ത നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനാകും. അങ്ങനെയാണ് ജിമ്മി തന്റെ കണ്ടന്റ് മൊത്തമായി ഒന്ന് മാറ്റാൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെയാണ് ഫിലോന്ത്രപ്പി അഥവാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇദ്ദേഹം വരുന്നത്. ആ ഒരു കാലത്ത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ആയി ചെയ്യുന്നത് ആരും അത്ര മൈൻഡ് ചെയ്യാത്ത ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജിമ്മിക്ക് ഒരു സ്പോൺസർഷിപ്പിലൂടെ $10,000 സമ്മാനമായി ലഭിക്കുന്നത്. ഇദ്ദേഹം ഈ പണത്തിൽ നിന്നും $1 പോലും എടുക്കാതെ മുഴുവനായി തന്റെ നാട്ടിലെ വീടില്ലാത്ത ഒരാളെ കണ്ടെത്തി അയാൾക്ക് നൽകുകയാണ്. ഈ സംഭവം മുഴുവൻ ജിമ്മി തന്റെ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡും ചെയ്തു. ഈ ഒരു വീഡിയോ ആണ് ജിമ്മി ഡൊണാൾഡ്സനെ നമ്മൾ ഇന്ന് കാണുന്ന മിസ്റ്റർ ബീസ്റ്റ് ആക്കി മാറ്റിയത്. ജിമ്മിയുടെ യൂട്യൂബ് ചാനലിൽ അന്നേ വരെ കിട്ടാത്ത കാഴ്ചക്കാർ വ്യൂസ് ഈ ഒരൊറ്റ വീഡിയോക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയാണ് ജിമ്മി തന്റെ രാജ്യവും കടന്ന് വീടില്ലാത്ത ആളുകൾക്ക് വീടുകൾ, കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് കിണറുകൾ, കുട്ടികൾക്കായിട്ടുള്ള സ്കൂളുകൾ നിർമ്മിക്കൽ എന്നിവയെല്ലാം ചെയ്യുന്നത്. ഇതിനും അപ്പുറത്തേക്ക് ഇതിലൂടെയെല്ലാം മിസ്റ്റർ ബീസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് ഒരു വലിയ എന്റർടൈൻമെന്റ് TV ഷോ കൂടിയാണ്. ഇതാണ് മിസ്റ്റർ ബീസ്റ്റിന്റെ യൂട്യൂബ് വളർച്ചയെ പറ്റിയുള്ള ചെറിയൊരു കഥ എന്ന് പറയുന്നത്. വർഷങ്ങളുടെ അപ്പുറം ഇന്ന് ജിമ്മി ഡൊണാൾഡ്സൺ എന്ന 27-കാരനുള്ളത് ഇതുപോലുള്ള 10ഓളം വരുന്ന യൂട്യൂബ് ചാനലുകളാണ്. ഇനി യൂട്യൂബിനും അപ്പുറം ഇന്ന് ജിമ്മി ഡൊണാൾഡ്സൺ ഒരു വലിയ ബിസിനസ്സുകാരനു കൂടിയാണ്. തന്റെ ബീസ്റ്റ് എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡിനു കീഴിൽ ഇദ്ദേഹം ഫീസ്റ്റബിൾസ് എന്ന പേരിൽ ഒരു ചോക്ലേറ്റ് ബിസിനസ്സും ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നത്തെ ജിമ്മി ഡൊണാൾഡ്സന്റെ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 430 കോടി രൂപയോളമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കാറുകൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പല കാറുകളും നിങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാകും. 4,70 ലക്ഷം രൂപയോളം വില വരുന്ന ലംബോർഗിനി ഹുയറാൻ സ്പൈഡർ, 80 ലക്ഷം രൂപയോളം വില വരുന്ന ഫോർഡ് മസ്താങ് R സ്പീഡ്, 42 ലക്ഷം രൂപയോളം വില വരുന്ന ഡോഡ്ജ് കാരവാൻ എന്നീ കാറുകളാണ്. ഇനി അവസാനമായി ജിമ്മി ഡൊണാൾഡ്സന്റെ ടോട്ടൽ ആസ്തി സമ്പത്ത് എന്ന് പറയുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏറെക്കുറെ 23,611 കോടി രൂപയോളമാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുകേഷ് അംബാനിയെ കുറിച്ചും മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ചും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ആളുകളെ കുറിച്ചുമൊക്കെ വീഡിയോകൾ ചെയ്താലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.